എന്തായിരിക്കും? അവഗാഡ്രോ നമ്പർ ആയിരിക്കും. ഒരു സ്പെഷ്യൽ നമ്പർ അല്ലേ? അതായത് ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് അത്രയും ഗ്രാം എടുത്താൽ അതിനെ GAM എന്ന് വിളിക്കാം. ഒരു മോളിക്യൂളിൻ്റെ അല്ലെങ്കിൽ തന്മാത്രയുടെ മാസ് അത്രയും ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിനെ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് വിളിക്കാം. അതിലുള്ള ആറ്റങ്ങളുടെ അല്ലെങ്കിൽ മോളിക്യൂളുകളുടെ നമ്പറാണ് 6.022 × 10⁻³ എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ അവിടെ കുറച്ച് കാൽക്കുലേഷനൊക്കെ ഉണ്ട്. ആ കാൽക്കുലേഷനൊക്കെ നമ്മൾ ഈ ചാപ്റ്റർ അവസാന ഭാഗത്ത് നമ്മൾ നന്നായിട്ട് വളരെ സിമ്പിളായിട്ട് 2 സ്റ്റെപ്പിലെല്ലാം കംപ്ലീറ്റ് ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു ടെക്നിക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അത് വരെ നിങ്ങൾ കൃത്യമായിട്ട് കാണും. അപ്പോൾ അതിന് ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. തൽക്കാലം ആ ടെക്നിക്ക് ഇപ്പോഴുള്ള പറഞ്ഞ അവസാനം പറയാം. അതിന് മുൻപുള്ള ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ 10 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനാണ് 10 gram hydrogen contain dash number of atoms. 10 gram ഹൈഡ്രജനിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടാവാം? ഒരു പോയിന്റ് അവിടെ നമുക്ക് ബേസ് ആയിട്ട് അറിയുന്ന ഒരു കാര്യം, ഹൈഡ്രജന്റെ മാസ് 1 u ആണ്. അതിന് 1 gram എന്ന് എഴുതി കഴിഞ്ഞാൽ that is equal to 6.022 × 10⁻23. അപ്പോൾ 2 gram ആണെങ്കിലോ 1 ഗ്രാമിൽ ഇത്രയുണ്ട്. അപ്പോൾ 2 gram ആകുമ്പോൾ 2 × 6.022 × 10⁻23. 5 gram ആണെങ്കിലോ 5 × 6.022 × 10⁻23. അപ്പോൾ പിന്നെ 10 ആണെങ്കിൽ എത്രയായിരിക്കും? 10 gram is equal to 10 × 6.022 × 10⁻23. ഇവിടെ എത്ര മാത്രം മനസ്സിലാക്കി വെച്ചാൽ 1 gram എത്രയാണ്? അപ്പോൾ ഈ 10 എന്ന് പറഞ്ഞാൽ 1ന്റെ എത്ര ഇരട്ടിയാണ്? 10 ഇരട്ടിയാണ്. സോ ഹിയർ ഓൾസോ 10 times greater than that. സിമിലർലി മറ്റൊരു ക്വസ്റ്റ്യനാണ് 120 gram കാർബൺ. അതിൽ എത്ര നമ്പർ കാർബൺ ആറ്റംസ് ഉണ്ടാവും? സിമ്പിളാണ്. 12 ഗ്രാമിൽ 6.9. അപ്പോൾ 120 gram എന്ന് പറഞ്ഞാൽ 12ന്റെ 10 times ആണ്, 10 ഇരട്ടിയാണ്. സോ 10 × 6.9. സെയിം എക്സാമ്പിൾ തന്നത് മാത്രം വ്യത്യസ്തമായിട്ട് ചോദിക്കാം. ഇനി അത് മോളിക്യൂളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം 18 gram എടുത്താൽ 6.022 × 10⁻23 H2O. ആറ്റല്ല, മോളിക്യൂൾ അത്രയും H2O, 1 H2O, another H2O, another H2O, another H2O, അങ്ങനെ ഇത്രയും H2O ഉണ്ടാവും. നമ്മൾ നേരത്തെ എണ്ണിയ വലിയൊരു സംഖ്യ നമ്പർ അത്രയാണ് 18 gram ആണ്. അപ്പോൾ 360 gram ഒരാൾ തന്നു. അപ്പോൾ അതിലെത്ര വാട്ടർ മോളിക്യൂൾ ഉണ്ട് എന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 360/18. 18 പറഞ്ഞാൽ ഇത്ര. അപ്പോൾ എത്ര 18കൾ 360ൽ പോകും? അതാ അങ്ങനെ ഡിവിഷൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 20 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ 20 × 6.022 × 10⁻23 H2O. ഇത് വളരെ സിമ്പിളാണ്, ആർക്കും മനസ്സിലാക്കാം. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തോട് സിമ്പിളായിട്ട് നമ്മൾ അവതരിപ്പിക്കുക, എങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യുക. ഇത് ക്ലിയർ? നമുക്ക് അടുത്ത ടോപ്പിക്കിൽ ദാറ്റ് ഈസ് മോൾ. അപ്പോൾ അത് പറയുന്നതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ 1 പെയർ, ഒരു ജോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 2 എണ്ണത്തെയാണ് ഒരു ജോഡി. അപ്പോൾ ഒരു ജോഡി എന്താ? ഒരു ജോഡി എന്ത് പറയും? പേനയുടെ അതിനെത്ര മാസം ഉണ്ടാവും? ഒരു മാസം ഉണ്ടാവും. ഒരു പേനയുടെ മാസത്തിലാണ് അതിൻ്റെ ഇരട്ടിയായിരിക്കും ഒരു ജോഡി അല്ലേ? ഇനി ഒരു ജോഡി കോഴികൾ, അതിനൊരു മാസം ഉണ്ടാവും. 2 കോഴികളുടെ മാസം കൂട്ടിയാൽ നമുക്ക് ഒരു ജോഡി കോഴികളുടെ മാസം. ആ 2 എണ്ണത്തെ നമ്മൾ ഒരു ജോഡിയിലാണ് പറയുന്നത്. അപ്പോൾ 2 ജോഡിയാണെന്ന് പറഞ്ഞാൽ 4. 10 ജോഡിയാണെന്നല്ലോ 2 × 10 20 അറിയാം അല്ലേ? സിമിലർലി നമുക്ക് മറ്റൊന്ന് ഡസൺ എന്ന് പറഞ്ഞാൽ 12 നമ്പറാണ്. 12 എണ്ണത്തെയാണ് ഡസൺ എന്ന് പറയുന്നത്. അപ്പോൾ 1 ഡസൺ പെൻസ് എന്ന് പറഞ്ഞാൽ 12 പേനകൾ 1 ഡസൺ എന്ന് പറയും. ഇതേപോലെ 1 കിൻഡൽ 1 ടൺ 100 കിലോഗ്രാമിനെ അല്ലെങ്കിൽ 1000 കിലോഗ്രാമിനെയൊക്കെയാണ് കിൻഡൽ ടൺ എന്നൊക്കെ പറയും. കെമിസ്ട്രിയിലും വേണം. ഇത്രയും അവഗാഡ്രോ നമ്പറൊക്കെ ഉണ്ടല്ലോ, ആ നമ്പറിനെ നമ്മൾ ആ നമ്പർ അവിടെ ഉണ്ടല്ലോ, ആ അത്രയും നമ്പർ അവഗാഡ്രോ നമ്പർ ആറ്റം എടുത്താൽ, മോളിക്യൂൾ എടുത്താൽ, ഇലക്ട്രോണിനെ എടുത്താൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് 1 മോൾ. 1 മോൾ. അപ്പോൾ 1 മോൾ എന്ന് പറഞ്ഞ റിയലി എന്താ? അവഗാഡ്രോ നമ്പർ ആറ്റംസ്, മോളിക്യൂൾ ഓർ ഇലക്ട്രോൺ,
അവഗാഡ്രോ എണ്ണം ആറ്റം അല്ലെങ്കിൽ തന്മാത്രകൾ അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ എടുത്താൽ അതിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 1 മോൾ എന്ന് വിളിക്കുന്നത്. ഏതുപോലെ 1 ഡസൻ പെൻ അതിനൊരു വെയിറ്റ് ഉണ്ടാവും. പക്ഷേ 1 ഡസൻ എന്താ പറയുക കോഴികൾ അതിന് വേറെ വെയിറ്റ് ആയിരിക്കും. 1 ഡസൻ ആടുകൾ അതിന് മറ്റൊരു വെയിറ്റ് ആയിരിക്കും. സിമിലർലി കെമിസ്ട്രിയിൽ 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.022 × 10⁻23 നമ്പർ ആറ്റം എടുക്കാം, മോളിക്യൂൾ ആവാം, ഇലക്ട്രോൺ ആവാം, അതിൻ്റെ എമൗണ്ട്. സോ 1 മോൾ ഈസ് ദി എമൗണ്ട് ഓഫ് 6.022 × 10⁻23 number of atoms, molecule or electron. ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.022 × 10⁻23 എണ്ണം ആറ്റങ്ങൾ, തന്മാത്രകൾ, മോളിക്യൂളുകൾ ഇവയുടെ അളവിനെയാണ് 1 മോൾ എന്ന് പറയുന്നത്. അപ്പോൾ 1 മോൾ ഹൈഡ്രജൻ എടുത്താൽ എത്ര ഗ്രാം ഉണ്ടാവും നമുക്ക് നോക്കാം. നമുക്കറിയാം 1 മോൾ ഹൈഡ്രജൻ എടുത്താൽ എത്ര ലിറ്റർ ഉണ്ടാവും നോക്കാം. ഇതൊക്കെ നമുക്ക് നോക്കാം. ഇനി 1 മോൾ എന്ന് പറഞ്ഞാൽ ഈ നമ്പറിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ 1 മോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഈ 1 മോൾ എന്ന് പറയുന്ന നമ്പർ അതിന് വോളിയം ഉണ്ടാവാം, മാസ് ഉണ്ടാവാം, അതുപോലെ ഒരു നമ്പറും അല്ലേ. എനിവേ ഈ 1 മോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെ കിട്ടും? 1 മോൾ എന്ന് പറയുന്നത് 6.022 × 10⁻23 ഹൈഡ്രജൻ ആറ്റമാണ്. അത് എന്തിന് ഈക്വൽ ആണ്? ഇതെന്തിന് ഈക്വൽ ആണ്? എനിക്കറിയാം മറ്റൊരു കാര്യം, 1 G ഹൈഡ്രജൻ ആറ്റം അതുകൊണ്ട് 1 GAM തുല്യമാവും. 1 GAM എന്ന് പറഞ്ഞാൽ ഈ നമ്പർ 1 GM ആയിരിക്കല്ലോ. അവഗാഡ്രോ നമ്പർ 1 GM ആയിരിക്കല്ലോ. ഒരു അവഗാഡ്രോ, 2 അവഗാഡ്രോ നമ്പർ 2 GM ആയിരിക്കും. സോ 1 GM എന്ന് പറയുന്നത് എന്തായിരിക്കും? 12 ഗ്രാം ആയിരിക്കും. 1 മോൾ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആണെന്ന് കിട്ടി, എത്ര GAM ആണെന്ന് കിട്ടി, എത്ര നമ്പർ ആണെന്ന് കിട്ടി. H2O എടുക്കാം. 2 മോൾ H2O എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 H2O മോളിക്യൂൾ, H2O തന്മാത്ര. ഇതിന് നമ്മൾ എന്താ പറയാ? 1 GMM H2O എന്നാണ് പറയാം. അതിന് ഒരു മാസ് ഉണ്ട്, ദാറ്റ് ഈസ് 18 ഗ്രാം. ഒരു മോൾ കിട്ടിയാൽ നമ്പർ കിട്ടും, GMM കിട്ടും, അതേപോലെ ഗ്രാം. ഇസ് ഇറ്റ് ക്ലിയർ? ഇതാണ് മോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ 18 ഗ്രാം H2O ആണ് നമ്മൾ 1 മോൾ H2O എന്ന് പറയുന്നത്. 1 GMM H2O ആണ് 1 മോൾ GMM എന്ന് പറയുന്നത്. അവഗാഡ്രോ നമ്പർ H2O ആണ് നമ്മൾ 1 മോൾ H2O എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ 1 മോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയും എണ്ണത്തിൻ്റെ ക്വാണ്ടിറ്റിയാണ്, എമൗണ്ട് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അടുത്ത പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. മോൾ എന്നുള്ളത് നമ്മൾ മോളാർ വോളിയം. മോളാർ വോളിയം എന്താണ്? മോളാർ വോളിയം, മോളാർ വോളിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ 1 മോൾ ഹൈഡ്രജൻ മോളിക്യൂൾ ഗ്യാസ് സ്റ്റേറ്റിലാവുന്ന സമയത്ത് എല്ലാം മോളിക്യൂളായി. ഹൈഡ്രജൻ ഗ്യാസ് സ്റ്റേറ്റിലാണെങ്കിൽ ഗ്യാസ്, അതായത് വാതക അവസ്ഥയിലാണെങ്കിൽ ഹൈഡ്രജൻ തന്മാത്ര രൂപത്തിലേക്ക് ആറ്റമല്ല. നൈട്രജൻ ഏതാണെങ്കിലും, നൈട്രജൻ ആണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും ആർഗൺ ആണെങ്കിലും നിയോൺ ആണെങ്കിലും എല്ലാം ഏത് രൂപത്തിലാണ് ഉണ്ടാവുക? മോളിക്യൂളുകളുടെ രൂപത്തിൽ, തന്മാത്രകളുടെ രൂപത്തിലാണ് ഉണ്ടാവുക. ആര്? ഗ്യാസ് സ്റ്റേറ്റിലാണ്. അപ്പോൾ 1 മോൾ ഹൈഡ്രജൻ ഗ്യാസിനെയാണ് എടുത്തത്. 1 മോൾ ഹൈഡ്രജൻ ഗ്യാസ് എടുത്തു. ഇതിൽ എനിക്കറിയാം 6.022 × 10⁻23 H2O ഉണ്ടാവും. H2 ഉണ്ടാവും.
6 point Avogadro number H2. 1 mole N2 എടുത്തു. അതും എന്തിനായിരിക്കും 6.022 into 10 raised to 23 N2. പക്ഷെ ഒരു കാര്യമാണ്, ഞാൻ ഈ 1 mole ഹൈഡ്രജൻ എടുത്തത് അല്ലേ, ഇത് രണ്ടും എടുത്ത് സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും ആവും. സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും ആവും അല്ലേ. എങ്ങനെയായാലും നമ്പർ സെയിം ആയിരിക്കും. പക്ഷെ നമ്മൾ എടുക്കുന്നത് സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും ആണെങ്കിൽ, ഉദാഹരണമായിട്ട് നമ്മുടെ കേരളത്തിലെ ടെമ്പറേച്ചർ 30 ഡിഗ്രി, ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട് അല്ലേ, ഒരേ താപനിലയിലും മർദ്ദത്തിലും എടുക്കണം. ഒരേ താപനിലയിലും താപനില 30 ആണെങ്കിൽ 30 ഡിഗ്രി സെൽഷ്യസ് അല്ലേ, താപനില വേണമെങ്കിൽ കെൽവിനിലും പറയാം. ദെൻ 1 atmospheric pressure. Atmospheric pressure പറയാം ATM ലാണ്, ATM, സ്മോൾ ലെറ്റർ ATM, ഓട്ടോമാറ്റിക് ടെല്ലിംഗ് മെഷീൻ അല്ല, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് ATM. അപ്പോൾ 1 ATM-ലും 30 ഡിഗ്രിയിലും ആണ് രണ്ടും എടുത്തതെങ്കിൽ രണ്ടിൻ്റെയും നമ്പർ ഈക്വൽ ആയിട്ട് നമുക്ക് നേരത്തെ അറിയാം. രണ്ടിൻ്റെയും വോളിയവും ഈക്വൽ ആയിരിക്കും. എന്താ പറഞ്ഞു? സെയിം ക്വാണ്ടിറ്റി ആണ് സെയിം നമ്പർ. 1 mole എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ആയിരിക്കും അല്ലേ. അപ്പോൾ 1 mole ഓഫ് എനി ഗ്യാസ് അറ്റ് ദി സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് 6.022 × 10⁻23 നമ്പർ ഓഫ് മോളിക്യൂൾ. അത് നമുക്ക് നേരത്തെ അറിയാം അല്ലേ. ഒരു മോള് ഏത് വാതകവും എടുത്തു കഴിഞ്ഞാൽ ഒരേ താപനിലയിലും മർദ്ദത്തിലാവുന്ന സമയത്ത് അവയുടെ നമ്പർ തുല്യമായിരിക്കും. ഇനി താപനിലയും മർദ്ദവും മാറിയാലും നമ്പർ മാറും. ഓക്കെ, ഇനി താപനിലയും മർദ്ദവും സെയിം ആക്കിയിട്ട് നമ്മൾ രണ്ടെണ്ണത്തിന് എടുത്തു, നമ്പർ സെയിം ആണ് എങ്കിൽ ഇതിന്റെ വോളിയവും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതാണ് മോളാർ വോളിയം എന്ന് പറയുന്നത്. 1 mole of any gas at a constant temperature and pressure contains 6.022 × 10⁻23 number of a molecule. Its volume also equal എന്നാ പറയുന്നത്. അതിന് മോളാർ വോളിയം എന്നാണ്. 1 mole ഏത് വാതകവും എടുത്തു കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന എണ്ണം തുല്യമായിരിക്കും, അതിന്റെ വ്യാപ്തവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അത് വാതകങ്ങൾ മാത്രമാണ്. നമ്മൾ ഇമാജിനറി ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2 ഹൈഡ്രജൻ കൂടിയാൽ ഇത്രയാണെന്ന് നമ്മളവിടെ കരുതാം, എക്സാമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ 2 നൈട്രജൻ എന്ന് പറയുന്നത് ഇത്ര വലുതായിരിക്കും. നൈട്രജൻ 14 ആണ് മാസ്, വലുപ്പം കൂടുതലായിരിക്കും. ഹൈഡ്രജൻ ചെറുതാണ് അല്ലേ, നമുക്കറിയാം. അപ്പോൾ പക്ഷേ ഇങ്ങനത്തെ 10 ഹൈഡ്രജൻ ഇങ്ങനത്തെ 10 നൈട്രജൻ എടുത്താൽ സെയിം നമ്പർ എടുത്താൽ വോളിയം ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് ഗ്യാസ് സ്റ്റേറ്റിന്റെ പ്രത്യേകതയാണ്. മനസ്സിലായില്ലേ? നമ്പർ എത്ര ഉണ്ടോ അതായിരിക്കും അതിന്റെ വോളിയത്തെ എന്ത് ചെയ്തത് നിർണ്ണയിക്കുന്നത്. വെൻ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്, അതായത് മർദ്ദവും അതേപോലെ തന്നെ താപവും തുല്യമാണ്. ഇതിന്റെ മർദ്ദം വേറൊന്നും ഇതിന്റെ മർദ്ദം വേറൊന്നും ആണെങ്കിൽ രണ്ടും തുല്യമാണ്. സെയിം മർദ്ദവും താപനിലയാണെങ്കിൽ ഇത് രണ്ടിന്റെയും എണ്ണം എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ. ആ 10 ആനകളെയും 10 ഉറുമ്പുകളെയും എടുത്താൽ തുല്യമായിരിക്കുമോ വോളിയം? അല്ല. പക്ഷേ കെമിസ്ട്രിയിൽ തുല്യമായിരിക്കും എപ്പോൾ? ഗ്യാസ് സ്റ്റേറ്റിൽ, വാതകാവസ്ഥയിൽ. സെയിം നമ്പർ സെയിം വോളിയം ആയിരിക്കും. അപ്പോൾ അവഗാഡ്രോ നമ്പർ സെയിം വോളിയം ആയിരിക്കും. ഓക്കെ, നിങ്ങൾ 1000 നമ്പർ ഓക്സിജനും ഹൈഡ്രജനും ഗ്യാസ് സ്റ്റേറ്റിൽ എടുത്തു കഴിഞ്ഞാൽ രണ്ടിനെയും വോളിയം സെയിം ആയിരിക്കും. അതിനാണ് മോളാർ വോളിയം. ഇനി ഈ ടെമ്പറേച്ചർ പ്രഷറിനെ നമ്മളൊരു സ്റ്റാൻഡേർഡൈസ് ചെയ്യാം. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ പറയാം. താപനിലയും മർദ്ദവും ഒരു 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 കൃത്യമായിട്ടുള്ള പറയാം. അതാണ് 273 കെൽവിൻ. ടെമ്പറേച്ചർ, പ്രഷർ 1 atm. ഈ ഒരു കണ്ടീഷനാണ് നിങ്ങൾ എടുക്കുന്നത്. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് STP, അതായത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ. മലയാളത്തിലാണ് തന്നെ പറയുക STP അല്ലേ. സ്റ്റാൻഡേർഡ് അടിസ്ഥാന താപമർദ്ദം കൊണ്ട് പറയുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ STP. STP എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ 273 കെൽവിൻ, പ്രഷർ 1 atm ആയി മാറും. ആ ഒരു കണ്ടീഷനിലാണ് നിങ്ങൾ ഈ ഗ്യാസസിനെ എടുത്തതെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള വോളിയം ഉണ്ടാവും. അതിൻ്റെ വോളിയം ഈക്വൽ ആയിരിക്കും. എപ്പോഴാണെങ്കിലും ടെമ്പറേച്ചറോ പ്രഷറോ ഏതാണെങ്കിലും അതിൻ്റെ വോളിയം ഈക്വൽ ആയിരിക്കും. പക്ഷെ എത്ര എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ടെമ്പറേച്ചറിലാണെങ്കിൽ അതിൻ്റെ വോളിയം നമുക്ക് കറക്റ്റ് പറയാം അല്ലേ. 1 mole നമ്പർ ഈക്വൽ ആയിരിക്കും.
ഈക്വൽ നമ്പർ നമ്മൾ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എടുത്താൽ ഈക്വൽ വോളിയം ആയിരിക്കും. ആ വോളിയം തന്നെ ആ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ തന്നെ 273 ആൻഡ് 180 ml ആണ് എടുത്തതെങ്കിലോ അതിൻ്റെ വോളിയം എന്തായിരിക്കും അറിയോ? 22.4 ആയിരിക്കും. 22.4 ലിറ്റർ ആയിരിക്കും അതിൻ്റെ വോളിയം. 1 mole any gas at standard temperature and pressure contain 22.4 liter. നിങ്ങൾ 1 mole നൈട്രജനെയോ ഓക്സിജനെയോ ഹൈഡ്രജനെയോ ഇനി വാട്ടർ മോളിക്യൂളോ അമോണിയ മോളിക്യൂളോ വേപ്പറോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേറ്റിലാവുമ്പോൾ എടുത്തു അതിലെല്ലാം ഉള്ള നമ്പർ അതിന് 273 കെൽവിൻ എന്ന 0 ഡിഗ്രി ആൻഡ് 180 ml ആണ് നിങ്ങൾ എടുത്തതെങ്കിൽ ദാറ്റ് കണ്ടെയ്ൻ 22.4 ലിറ്റർ. സിമ്പിൾ ആണല്ലോ. 1 മോളിൽ ഒരു പോയിന്റ് കൂടി. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? മോളാർ വോളിയം അറ്റ് STP. മോളാർ വോളിയം അറ്റ് STP. STPയില് മോളാർ വ്യാപ്തം. മോളാർ വോളിയം മോളാർ വ്യാപ്തം എന്നാണ് മലയാളം മീഡിയത്തിൽ പറയാം. അപ്പോൾ മോളാർ വ്യാപ്തം അത് STPയിലെ മോളാർ വ്യാപ്തമാണെങ്കിലോ എന്തായിരിക്കും? 22.4 ലിറ്റർ. അപ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട് ടെമ്പറേച്ചർ പ്രഷർ എന്തായിരിക്കും? അപ്പോൾ ഈ ടെമ്പറേച്ചർ പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഒരു കാര്യം കിട്ടി. മോൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 6.022. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 GMM or GAM. അല്ലേ? ഇത് മോൾ എന്ന് പറഞ്ഞാൽ ഇതിന് തുല്യമായിരിക്കും. ഇത് GMനോ GMMനോ തുല്യമായിരിക്കും. GMMോ GAMോ അതിൻ്റെ മോളിക്കുലാർ മാസിന്റെ ഗ്രാമിലേജിന് തുല്യമായിരിക്കും. അതെന്തിന് തുല്യമായിരിക്കും? വോളിയം പറയുമ്പോൾ 22.4. അപ്പോൾ 1 മോൾ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോളിന് ഉണ്ടെങ്കിൽ 1 മോൾ കിട്ടിയാൽ 1 അവഗാഡ്രോ നമ്പർ ആയിരിക്കും. അത് 1 GAM അല്ലെങ്കിൽ 1 GMM ആയിരിക്കും. അതെന്തായിരിക്കും? 1 × 22.4 ലിറ്റർ ആയിരിക്കും. അപ്പോൾ പിന്നെ 4 മോൾ ആണെങ്കിലോ എന്തായിരിക്കും? 4 × NA ആയിരിക്കും. അതായത് 6.022 ആയിരിക്കും. അപ്പോൾ എത്രയായിരിക്കും? അവിടെ അതായത് എത്രയായിരിക്കും? GMM 4 GAM ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ 4 GMM ആയിരിക്കും. ദാറ്റ്സ് എന്തായിരിക്കും? 4 × 22.4 ലിറ്ററും ആയിരിക്കും. കണക്റ്റഡ് ആയല്ലോ. ഇനിയാണ് നമ്മൾ അടുത്ത ഇത് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ പ്രോബ്ലം ചെയ്യാം. അതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കും. അപ്പോൾ മോൾ കൺസെപ്റ്റിൽ നിങ്ങൾ ഇതുവരെ പഠിച്ച എല്ലാറ്റിനെയും കൂടി പ്രോബ്ലം ചെയ്യാൻ നമ്മൾ ഒരൊറ്റ ടെക്നിക്ക് യൂസ് ചെയ്യാം. ഇതാണ് ഈങ്ങാപ്പുഴ ബസ് സ്റ്റാൻഡ്. ഇത് കോടഞ്ചേരി ബസ് സ്റ്റാൻഡ്. രണ്ടൊന്നും പറയാനില്ല. കോടഞ്ചേരി ഇത് നമ്മുടെ താമരശ്ശേരി. ഇത് അടിവാരം. ഇത് നമുക്ക് നമ്മുടെ ഇങ്ങോട്ടുള്ള സ്ഥലം കക്കാട് ഉൾഭാഗത്തേക്ക് ഒരു സ്ഥലം അത് പറയാം. ഓക്കെ. ഒരാൾക്ക് താമരശ്ശേരിയിൽ നിന്ന് കക്കാട് എത്തണമെങ്കിൽ ആദ്യം ഈങ്ങാപ്പുഴയിലേക്ക് വരണം. ഈങ്ങാപ്പുഴയിൽ നിന്ന് കക്കാട്. ഒരാൾക്ക് കക്കാട് നിന്ന് നേരെ കാക്കവയലോ കക്കാട് എന്തൊരു സ്ഥലമുണ്ട് ഇവിടെ അല്ലേ? നമ്മുടെ വനപർവ്വത്തിലേക്കൊക്കെ പോകുന്ന വഴി. ഓക്കെ. അവിടെ നിന്ന് കോടഞ്ചേരിയിലേക്ക് പോകണമെങ്കിൽ ആദ്യം ഇവിടെ വരണം. ഈങ്ങാപ്പുഴയിൽ വരണം. ഈങ്ങാപ്പുഴയിൽ നിന്ന് കോടഞ്ചേരിയിലേക്ക് വരണം. അവിടെ ഒരാൾക്ക് അടിവാരത്തേക്ക് പോകണമെങ്കിൽ ആദ്യം ഈങ്ങാപ്പുഴയിൽ നിന്ന് അടിവാരത്തിൽ നിന്ന് ഒരാൾ കോടഞ്ചേരിക്ക് പോകണമെങ്കിൽ ആദ്യം ഇവിടെ വരുന്നു. എനിക്ക് കഴുതപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പറയാം അല്ലേ? ഈങ്ങാപ്പുഴ വരുന്നു. ഈങ്ങാപ്പുഴയിൽ നിന്ന് കോടഞ്ചേരിയിലേക്ക് ബസ്. ഡയറക്റ്റ് പോകാൻ പറ്റുമോ? ഇല്ല. ഇതാണ് നമ്മുടെ സിസ്റ്റം അല്ലേ? ഇത് നമ്മുടെ കെമിസ്ട്രിയിൽ അപ്ലൈ ചെയ്യാൻ പോകും. ഈ സ്റ്റാൻഡ് എന്താ പറയുക? 1 മോൾ അല്ലെങ്കിൽ X മോൾ. ഇത്രയെങ്കിലും മോളായിരിക്കും. ഇതാരെന്ന് അറിയാം? ഇതാണ് 1 GAM. ഇതാണ് ആര്? 1 GMM. ഇതാണ് ആര്? 6.022 × 10⁻²². ഇതാണ് ആര്? നമ്മുടെ 22.4 ലിറ്റർ. ഈ ഒരു ചാർട്ട് ഉണ്ട്. ഇത് നിങ്ങൾ വരച്ചു വെക്കണം നോട്ട്ബുക്കിൽ. ഈ ഒരു ചാർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോൾ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യനും ആൻസർ 2 സ്റ്റെപ്പ് കൊണ്ട് വിത്തിൻ 2 സ്റ്റെപ്പ് കണ്ടെത്താൻ പറ്റും. നിങ്ങളൊരു ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ ഇതാണ്: 196 gram H2SO4 is given.
H2SO4 is given. Calculate number of GMO. മലയാളിക്കാരെ 196 ഗ്രാം സൾഫ്യൂരിക് ആസിഡ് തന്നിരിക്കും. 196 ഗ്രാം സൾഫ്യൂരിക് ആസിഡ് തന്നിരിക്കും. അതിലടങ്ങിയിരിക്കുന്ന GMMന്റെ എണ്ണം കണ്ടെത്തുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതിന്റെ ബി ക്വസ്റ്റ്യൻ ഇതാണ്. കാൽക്കുലേറ്റ് number of molecules. രണ്ട് സ്റ്റെപ്പ് നമ്മൾ ആൻസർ തരാം. ഇവിടുത്തെ ഒരു പ്രത്യേകത, നമുക്ക് ഗിവൺ വാല്യൂ എടുക്കാം. ഇതെന്താ? 196 ഗ്രാം. ലിറ്റർ അല്ല, നമ്പറും അല്ല, ഗ്രാമാണ്. ഗ്രാം ആറ്റോമിക മാസോ അതോ ഗ്രാം മോളിക്കുലർ മാസോ ആയിരിക്കും ഗ്രാമാണ്. ഇവിടെ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്ന മോളിക്യൂൾ ആണ്, തന്മാത്രയാണ്. അപ്പോൾ അത് ഗ്രാം മോളിക്കുലർ മാസ്, എന്തല്ല ഗ്രാം ആറ്റോമിക് മാസ്. സോ നമ്മളുള്ളത് ഇവിടെയാണ്. നമ്മളുള്ള സ്ഥലത്ത് നിന്ന് എത്തേണ്ടത് നമുക്ക് ഇവിടെ എത്തണം, അതേപോലെ ഇവിടെ എത്തണം. സോറി, GMM അല്ലേ, ഇവിടെ തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതേപോലെ ഇത് എത്തണം. ഇവിടെ എത്തണം എന്ന് കരുതുക. ഏറ്റവും അവസാനം എത്തേണ്ടത് നമ്പർ ഓഫ് മോളിക്യൂൾ. അപ്പോൾ ഇവിടെ എത്തണം. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് പോകാനില്ല. ആദ്യം വരേണ്ടത് ഇവിടെ, ഇവിടുന്ന് ബസ് കയറിയിട്ട് ഇങ്ങോട്ട് അല്ലേ. രണ്ട് സ്റ്റെപ്പ്. ഇവിടുന്ന് ഇവിടേക്ക് എത്താൻ ഒരു സ്റ്റെപ്പ്, ഇവിടുന്ന് ഇങ്ങോട്ട് എത്താൻ ഒരു സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പിൽ എയുടെ ആൻസർ കിട്ടും, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ബിയുടെ ആൻസർ കിട്ടും. എങ്ങനെ ചെയ്യാം? നിങ്ങൾ എവിടെയാണോ ഉള്ളത് ആ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഡിവിഷനാണ്. സെക്കൻഡ് സ്റ്റെപ്പ് മൾട്ടിപ്ലിക്കേഷനാണ്. ആദ്യത്തെ ഹരിക്കുക, രണ്ടാമത്തെ ഗുണിക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് കിടക്കാൻ ഹരിക്കുക, രണ്ടാമത്തെ ഗുണിക്കുക. അത് എവിടെയാണ്? അപ്പൊ എന്തുകൊണ്ട് ഹരിക്കണം? നിങ്ങൾ എവിടെയാണോ ഉള്ളത് അതിനെ അതുകൊണ്ട് ഹരിക്കുക. എന്താ പറഞ്ഞത്? നമ്മളുള്ളത് ഗ്രാമിലാണ്. അപ്പൊ ഗ്രാമിനെ ഗ്രാം കൊണ്ട് ഹരിക്കുക, ഡിവൈഡ് ചെയ്യാം. നമ്മൾ നമ്പറിലാണുള്ളത്. ക്വസ്റ്റ്യനിൽ നമ്പർ തന്നെ ആദ്യം തന്നത്, എന്നിട്ട് ഗ്രാമാ ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടാവും. അപ്പൊ നമ്പറിലാണെങ്കിൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അല്ല, ലിറ്റർ ആണോ? ലിറ്റർ ആണെങ്കിൽ ലിറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മൂന്ന് കാര്യങ്ങളാണത്. അപ്പൊ ഗ്രാം ആണെങ്കിൽ ഗ്രാം കൊണ്ട്. പക്ഷെ എന്ത് ഗ്രാമാ? GMM അവിടെ തന്നെ. അല്ലെങ്കിൽ മോളിക്യൂൾ ആയതുകൊണ്ട് മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ് ആണ് തന്നെങ്കിൽ, അല്ലെങ്കിൽ ഗ്രാം മോളിക്യൂൾ ആണെങ്കിൽ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി ആറ്റാണെങ്കിലോ ആറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്താ പറയുന്നത്? സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പിന് നമുക്ക് ഒരു പോയിന്റ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എപ്പോഴും എന്തായിരുന്നു അറിയോ? നമ്പർ ഓഫ് മോൾസ്. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ആദ്യം ബസ് സ്റ്റാൻഡിൽ കയറണ്ടേ? അപ്പൊ ഫസ്റ്റ് ബസ് നമ്പർ ഓഫ് മോൾസ്. അവിടെ ഡിവിഷൻ ആണ് മെത്തേഡ്. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്യൂൾ ആണ്, അതുകൊണ്ട് മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഗ്രാമിനെ ഗ്രാം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഏത് ഗ്രാം കൊണ്ട്? മോളിക്യൂൾ ആണെങ്കിൽ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആറ്റോമിക് മാസ് ആണെങ്കിൽ ആറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ മോളിക്കുലാർ മാസ്, അതുകൊണ്ട് മോളിക്കുലാർ മാസ് കൊണ്ട്. ഏതിൻ്റെ? ഇവിടെ തന്നത് സൾഫ്യൂരിക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്കുലർ മാസ് കാണാം. ഞാൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലേ? 2 + 32 + 64 = 98. So 196 and 98 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 2. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു 2 മോൾ. അപ്പൊ നിങ്ങൾ ചോദിക്കും ഒന്നാമത്തെ ഉത്തരത്തിൽ എത്തി. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മോളും GMM തുല്യ. 1 മോൾ = 1 GMM. 1 മോൾ = 6 മോൾ. 1 മോൾ = 1 GMM. 1 മോൾ = 22.4. അപ്പോൾ 1 മോൾ 1 GMM ആണ്. സോ 2 മോൾ = നമ്മുടെ ആൻസർ എന്തായി? സോ 2 GMM. അതാണ് ഫസ്റ്റിന്റെ ആൻസർ, എ ക്വസ്റ്റ്യന്റെ ആൻസർ. സെക്കൻഡ് സ്റ്റെപ്പ് മൾട്ടിപ്ലിക്കേഷൻ. രണ്ടാമത്തെ എന്താണ്? നമ്മൾ ഗുണിക്കണം അല്ലേ? എന്തുകൊണ്ട് ഗുണിക്കണം? അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പിന്റെ വഴി എന്താ? സ്റ്റെപ്പ് എന്തായാലും ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും മാറില്ല, നമ്പർ ഓഫ് മോളാണ് ഏത് ക്വസ്റ്റ്യൻ. സെക്കൻഡ് സ്റ്റെപ്പില് സ്റ്റെപ്പ് എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പ് എന്താണോ ക്വസ്റ്റ്യൻ അതിനെ സെക്കൻഡ് സ്റ്റെപ്പ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ്.
ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? നമ്പർ ഓഫ് മോളിക്യൂൾ. അപ്പോൾ അതിനായിരിക്കും സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ എഴുതും നമ്പർ ഓഫ് മോളിക്യൂൾ. നേരത്തെ നമ്പർ ഓഫ് മോൾ ആയിരുന്നു, നമ്പർ ഓഫ് മോളിക്യൂൾ. അതെങ്ങനെ കാണും? സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? കിട്ടിയ ആൻസറിനെ എത്തേണ്ടത് എവിടെയാണോ അതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി, ബസ് സ്റ്റാൻഡിൽ എത്തി, 2 മോൾ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ബസ് കയറണം ഇവിടേക്കാണ്. അപ്പോൾ ഇവിടേക്ക് എന്ത് ചെയ്യണം? ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എവിടേക്കാണോ പോകേണ്ടത് അവിടുത്തെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? എവിടെയാണോ ഉള്ളത് അവിടുത്തെ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് എവിടത്തേക്കാണോ പോകേണ്ടത് അവിടുത്തെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. തീർന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 2 ആണ്. 2നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഈ നമ്പർ കൊണ്ട് 6.022 ആൻസർ രണ്ട് സ്റ്റെപ്പിൽ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഇവിടെ തന്നത് ബി ക്വസ്റ്റ്യൻ ഇതല്ല. കാൽക്കുലേറ്റ് വോളിയം അറ്റ് STP ആണെന്ന് കരുതാം. വോളിയം അറ്റ് STP ആണെന്ന് കരുതാം. അപ്പൊ എങ്ങനെ ചെയ്യും? ജസ്റ്റ് രണ്ടാം സ്റ്റെപ്പ് മാറ്റിയാൽ മതി. രണ്ടാം സ്റ്റെപ്പ് എന്തായാലും സ്റ്റെപ്പ് മാറും, വോളിയമായി അല്ലേ? സോ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ മാറ്റി എഴുതും. എന്താണ് എഴുതുക? വോളിയം ഈസ് ഈക്വൽ ടു സെയിം പരിപാടി. എന്താ? കിട്ടിയ ആൻസറിന് എവിടേക്കാണോ പോകേണ്ടത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടേക്കാണ് പോകേണ്ടത് 22.4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 44.8 ആൻസർ. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ് അല്ലേ? ഇനി ഒരാളുടെ ക്വസ്റ്റ്യൻ ഇതാണ്. 112 ലിറ്റർ കാർബൺ ഡയോക്സൈഡ് ആണ് ഗിവൺ വാല്യൂ. 112 ലിറ്റർ കാർബൺ ഡയോക്സൈഡ്. എന്നിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് മോളിക്യൂൾ ചോദിക്കുന്നുണ്ട്, വോളിയം അറ്റ് STP ചോദിക്കുന്നുണ്ട്, അതേപോലെ കാർബൺ ഡയോക്സൈഡ് ആയതുകൊണ്ട് GMM ചോദിക്കുന്നുണ്ട്. ഒന്നുകൂടി ചോദിക്കുന്നുണ്ട് നമ്പർ ഓഫ് മോൾസ്. എല്ലാം 2 സ്റ്റെപ്പിൽ ഉണ്ടാവും, പക്ഷെ നമുക്ക് ആൻസറിനെ മാറ്റി മാറ്റി എഴുതണം അല്ലേ? അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കിട്ടിയത് ലിറ്ററാണ്. ഇവിടെ തന്നെന്താ? 112 ലിറ്റർ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിവിഷൻ. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ? നമ്പർ ഓഫ് മോൾസ്. അതെന്നെ സ്റ്റെപ്പ് എഴുതും. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ ലിറ്റർ. ഗിവൺ മാസ് നമ്മുടെ ഇവിടെ ഗിവൺ ലിറ്റർ ഡിവൈഡ് ബൈ ലിറ്റർ. മാസിനെ മാസം കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ലിറ്റർ ലിറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 22.4 ആൻസർ കിട്ടും 5 മോൾ. ഒന്നാമത്തെ സ്റ്റെപ്പ് വരും. രണ്ടാം സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാം, നമ്പറാണ് ചോദിച്ചെങ്കിൽ ഈ 5 ഇൻറ്റു അവർ കാൽക്കുലേറ്റ് നമ്പർ അല്ലെ? കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾ. ഇനി വോളിയാണ് ചോദിച്ചെങ്കിലോ 5 ഇൻറ്റു എന്താ? വോളിയം ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? വോളിയം തന്നിട്ടുണ്ട്, വോളിയം ചോദിക്കേണ്ട ആവശ്യമില്ല. ഇനി മോളാ തന്നെങ്കിലോ? മോൾ ഓൾറെഡി കിട്ടി 5. GMM ആണ് തന്നെങ്കിലോ? അതെന്താണ്? 5 മോള് 5 GMM ഈക്വൽ. ഒരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ സാധ്യത. വോളിയത്തിന് പകരം കൂടി ചോദിക്കുക. എന്താ പറയുക? എമൗണ്ട് ഓർ മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. ഇത്രയും കാർബൺ ഡയോക്സൈഡ് 112 ലിറ്റർ കാർബൺ ഡയോക്സൈഡ് എത്ര ഗ്രാം ഉണ്ടാവും? അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ മോളിലെത്തി. ഇവിടെ ചോദിച്ചത് എന്താണ്? ഗ്രാമ. ഇവിടേക്കാണ് പറഞ്ഞത് മോളിക്യൂളാണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടേക്ക് 1 മൾട്ടിപ്ലിക്കേഷൻ ആണ്. രണ്ടാം സ്റ്റെപ്പ് എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമ്മുടെ എമൗണ്ട് ഓർ മാസ് ഈസ് ഈക്വൽ ടു രണ്ടാം സ്റ്റെപ്പ് ചെയ്യാണ്